ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹായ പദ്ധതികളുടെ വിതരണം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. കിടപ്പു രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കാൻ നിർണായക ചുവടുവയ്പുമായി കേരളം. സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സൂംബ ഡാൻസിനെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന എതിർപ്പ് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന 3000-ലധികം പേരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി തുടങ്ങി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഇലക്ട്രിക് ഓട്ടോ ഫിഷ് വെൻഡിംഗ് കിയോസ്ക് വിതരണം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെയുള്ള സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള പദ്ധതിയാണിത്. ചെല്ലാനം മത്സ്യഗ്രാമത്തിൽ 5.7 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഭരണാനുമതി ലഭിച്ചത്. ഭാഷ, സംസ്കാരം, ജീവിതരീതി എന്നിവയിൽ വൈവിധ്യമുണ്ടെങ്കിലും നമുക്കുള്ളിലെ സമത്വഭാവമാണ് രാജ്യത്തിന്റെ കരുത്തെന്ന് കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പറഞ്ഞു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേര യുവഭാരത്, പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് സീസൺ 5 മത്സരങ്ങളുടെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മൻ കി ബാത് പ്രധാനമന്ത്രിയുടെ മനസ്സിലെ ആശയങ്ങൾ മാത്രമല്ല 140 കോടി ജനതയുടെ അഭിലാഷം കൂടിയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. അഖില കേരള ധീവര സഭയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ കൊച്ചിയിലെത്തി. 19ാം ധീവര ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കിടപ്പു രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കുന്നതിന് നിർണായക ചുവടുവയ്പുമായി കേരള സർക്കാർ. സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെയും കേരള കെയർ പാലിയേറ്റീവ് ശൃംഖലയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈകുന്നേരം 4-ന് എറണാകുളം കളമശ്ശേരി രാജഗിരി സ്കൂളിലാണ് ചടങ്ങ്. മന്ത്രിമാരായ വീണ ജോർജ്, പി രാജീവ്, എം പി രാജേഷ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരും പങ്കെടുക്കും. സാന്ത്വന പരിചരണം ഏകോപിപ്പിക്കുന്നതിന് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡ് രൂപീകരിച്ചിട്ടുള്ളത്. കൊച്ചി കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ ലുലു IT ട്വിൻ ടവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT സമുച്ചയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 30,000-ഓളം പേർക്ക് തൊഴിൽ നൽകാൻ അവസരമുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സൂംബ ഡാൻസിനെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന എതിർപ്പ് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ നീക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി തയ്യാറാണ്. എന്നാൽ ഇപ്പൊ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്നും പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. 14,000 സ്കൂളുകളുള്ള ഇപ്പോൾ 90% വരുന്ന സ്കൂളുകളിൽ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂംബ മാത്രമല്ല, നമ്മുടെ മറ്റ് പല ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടിയുടെ ഭാവി ഓർത്ത്, നമ്മുടെ കേരളത്തിന്റെ ഭാവി ഓർത്ത് ഇതൊന്നും ഒരു വിവാദം ആക്കാൻ വേണ്ടി പാടില്ല. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇന്ന് മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഒഴിവും മറ്റു വിവരങ്ങളും വെബ്സൈറ്റിലൂടെ അറിയാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും പ്രവേശനം ലഭിക്കാത്തവർക്കും ഇതുവരെയും അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും ഇപ്പോൾ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 123-ാം പതിപ്പാണിത്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും വരുന്ന 5 ദിവസം മഴ ശക്തമായി തുടരും. തെക്കൻ കേരളത്തിലും സാമാന്യം ഭേദപ്പെട്ട മഴയുണ്ടാകും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ഇന്ന് പകൽ 11:30 മുതൽ രാത്രി 11:30 വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമായി. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് 135.75 അടിയിലെത്തി. റൂൾ കർവ് ലെവലായ 136 അടിയിലെത്തിയാൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ഇന്ന് രാവിലെ വരെ കാര്യമായി മഴ പെയ്യാതിരുന്ന ഇടുക്കിയിൽ ഉച്ചയോടെ മഴ ശക്തമായി. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 3867 ഘനയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. ജലനിരപ്പ് റൂൾ കർവ് ലെവലായ 136 അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് വെള്ളം ഒഴുകിയെത്തുന്ന പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള മുൻകരുതൽ നടപടി ഇടുക്കി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. 883 കുടുംബങ്ങളിലെ 3220 പേർക്കായി 20-ലധികം ക്യാമ്പുകളും ഒരുക്കിയിരുന്നു. ഇതിന് മുന്നോടിയായി തീരപ്രദേശത്തെ വീടുകളിൽ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തി. പ്രദേശത്ത് റവന്യൂ, പോലീസ് അധികൃതർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. രാവിലെ 11 മണിക്ക് തുറക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഡാം തുറക്കുമെന്നാണ് പുതിയ അറിയിപ്പ്. വയനാട്ടിൽ കഴിഞ്ഞ 4 ദിവസമായി പെയ്ത മഴയ്ക്ക് ശമനം. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ മാനന്തവാടി താലൂക്കിൽ 23 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തിയിരുന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ശക്തമായ മഴയിൽ ഹെക്ടർ കണക്കിന് സ്ഥലത്ത് കൃഷിനാശവും ഉണ്ടായി. ചൂരൽമല ബേലിപ്പാലത്തിലെ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മഴ വിട്ടുനിൽക്കുന്നത് വയനാട്ടുകാരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കേരള ക്യാൻസർ കോൺക്ലേവ് 2025 തിരുവനന്തപുരത്ത് തുടക്കമായി. സ്പീക്കർ എൻ ഷംസീർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയ്ക്കകത്തും പുറത്തു നിന്നുമായി 200-ലധികം അർബുദ രോഗ ചികിത്സാ വിദഗ്ധർ 2 ദിവസത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. സ്വയം തൊഴിൽ വായ്പയ്ക്ക് ഈട് നൽകാൻ വസ്തുവോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് സൂക്ഷ്മ ചെറുകിട സ്വയം തൊഴിൽ ആരംഭിക്കാൻ ധനസഹായം നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു. ആശ്വാസം പദ്ധതി പ്രകാരം 25,000 രൂപ വീതമാണ് ധനസഹായം. ജൂലൈ 31 വരെ അപേക്ഷ സ്വീകരിക്കും. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഇന്ത്യ നേടിയ വിജയത്തെ അടയാളപ്പെടുത്തുന്ന കാർഗിൽ വിജയ് ദിവസിന്റെ 26ാം വാർഷികത്തിന് മുന്നോടിയായി ഇന്ത്യൻ സൈന്യം അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചു. കാർഗിലിൽ ജീവത്യാഗം ചെയ്ത 545 സൈനികരുടെ കുടുംബങ്ങളിൽ ഇന്ത്യൻ സൈന്യം സന്ദർശനം നടത്തും. വീരമൃത്യു വരിച്ച മലയാളി ജവാൻ തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശി എം.ഒ. ഷിജുകുമാറിന്റെ വസതിയിൽ നായിബ് സുബേദാർ കിങ് സിലിൻ നയിക്കുന്ന 5-അംഗ സംഘം സന്ദർശിച്ചു. വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നോട്ടിംഗ്ഹാമിലെ ടെൻബ്രിഡ്ജിൽ ഇന്ത്യൻ സമയം രാത്രി 7 മുതലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ രാവിലെ നടന്ന ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മലപ്പുറം കൊല്ലത്തെ പരാജയപ്പെടുത്തി. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. അഴിമുഖത്ത് വള്ളം തലക്കീഴായി മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരെയും രക്ഷപ്പെടുത്തി. മീൻപിടുത്തം കഴിഞ്ഞ് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിലെ 5-ാം വാർഡിൽപ്പെട്ട മേലെ പൊന്നാങ്കയം ഭാഗത്തെ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനിറങ്ങി. വനംവകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി തുരത്തി. കോതമംഗലം കോട്ടപ്പടി മുട്ടത്തുപാറയിൽ പുരയിടത്തിലെ കിണറിൽ വീണ കാട്ടാന പരസഹായമില്ലാതെ രക്ഷപ്പെട്ട് കാട്ടിലേക്ക് മടങ്ങി. കൂട്ടമായെത്തിയ ആനകളിൽ ഒന്നാണ് കിണറിൽ വീണത്. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 8,930 രൂപയും പവന് 440 രൂപ താഴ്ന്ന് 71,440 രൂപയുമാണ് ഇന്നത്തെ വില. കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജല ഉപയോഗത്തിന് നികുതി ചുമത്താൻ പദ്ധതിയിടുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്ന് ജലശക്തി മന്ത്രാലയം വ്യക്തമാക്കി. കർഷക സമൂഹത്തിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചേക്കാവുന്ന ഇത്തരം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വസ്തുതകൾ പരിശോധിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കോഴിക്കോട് മാവൂർ ഇരുചക്ര വാഹന ഷോറൂമിൽ തീപിടുത്തം. പുലർച്ചെയാണ് സംഭവം. മുക്കം അഗ്നി രക്ഷാ സേനയുടെ 2 യൂണിറ്റ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. തൃശൂർ നെല്ലങ്കരയിൽ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ചു. 3 പോലീസ് ജീപ്പുകൾ തകർത്തു. കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 6 പേർ അറസ്റ്റിലായി. പോലീസിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ബാഡ്ജ് ഓഫ് ഓണറും കമന്റേഷൻ ഡിസ്കും സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് വിതരണം ചെയ്യും. വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിലാണ് ചടങ്ങ്. 164 പേർക്കാണ് ബാഡ്ജ് ഓഫ് ഓണർ നൽകുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ 3ാമത്തേതായ ആയില്യം ചതുശതം ഇന്ന് നിവേദിക്കും. ജൂലൈ 4-ന് തൃക്കല ഷാട്ടോടെ ഈ വർഷത്തെ വൈശാഖോത്സവം സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹായ പദ്ധതികളുടെ വിതരണം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. കിടപ്പ് രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കാൻ നിർണായക ചുവടുവയ്പുമായി കേരളം. സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സൂംബ ഡാൻസിനെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന എതിർപ്പ് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന 3000-ലധികം പേരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി തുടങ്ങി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.